പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ മെയ് മാസം 23 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സന്തോഷത്തോടെ എല്ലാവരും കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറയുവാൻ, സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറയുവാൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമാണ്. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പൽക്കാലം നമ്മളെ കർത്താവ് അത്ഭുതകരമായി കാത്തുപരിപാലിച്ചില്ല. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നിറഞ്ഞതായ ലോകത്തിൽ തൻ്റെ ചിറകിൻ്റെ മറവിൽ അത്ഭുതമായി നടത്തിയ കർത്താവിന് ആനന്ദത്തോടെ സന്തോഷത്തോടെ എന്ന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിൻ്റെ സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദി പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് ആമേൻ നമുക്ക് ഒരുമിച്ച് സ്തോത്രം പറയും. ഇന്ന് കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന പകൽക്കാലം നമുക്ക് മുൻപടയായി കർത്താവ് നിൽക്കും, പിൻപടയായി കർത്താവ് നിൽക്കും. ആമേൻ ദൂതന്മാർ നമുക്ക് ചുറ്റും കാവലായി നിൽക്കുന്ന പകൽക്കാലം സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ട് കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, സങ്കീർത്തനക്കാരൻ 150 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ ബലമുള്ള ആകാശ വിധാനത്തിൽ കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം ആമേൻ ആമേൻ കർത്താവിനെ സ്തുതിപ്പീൻ. ഇന്ന് പ്രഭാതത്തിൽ ആ കർത്താവിൻ്റെ മഹിമയെ ഓർത്ത്, കർത്താവിൻ്റെ വല്ലഭത്വതയെ ഓർത്ത്, കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളെ ഓർത്ത് നമുക്ക് അല്പസമയം സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചതിന് സ്തോത്രം, രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം, ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം, ഈ പകൽക്കാലം കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ രോഗികളായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. പ്രത്യേകിച്ച് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ്, ഡയബറ്റീസ് വന്ന് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മറ്റേതെങ്കിലും വിധത്തിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ആമേൻ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ അവരുടെ കണ്ണുകളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങട്ടെ. അത്ഭുതകരമായ സൗഖ്യം നടക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യം നടക്കട്ടെ. കണ്ണുകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ കണ്ണുകളിൽ മേൽ വ്യാപരിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അതുപോലെ കരിയാതിരിക്കുന്ന മുറിവുകൾ, ഹീലാകാതിരിക്കുന്ന വൂണ്ടുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഹീലാകട്ടെ. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. സാമ്പത്തികമായ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. അഡ്മിഷന് വേണ്ടി ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് തക്ക സമയത്ത് അഡ്മിഷൻ ലഭിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ മഹത്വം ഈ വിഷയത്തിൽ ഇറങ്ങിയതിന് നന്ദി പറയുന്നു കർത്താവെ. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സുവിശേഷകന്മാരെ അനുഗ്രഹിക്കണം. കർത്താവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ പ്രവൃത്തി ലോകത്തെമ്പാടും വെളിപ്പെട്ട് വരട്ടെ. അതുപോലെ കർത്താവെ, നാളത്തെ സഭായോഗത്തെ അനുഗ്രഹിക്കണം. ഇന്നലത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് എന്ന് വെച്ചാൽ നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി ഇന്ന് പൽക്കാലം ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഇതിൽ നാളെ പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്നലെ കേട്ട വേദഭാഗത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 16 വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനെ അവന് ലഭിപ്പാൻ കഴിയുകയില്ല. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി കാണണം. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം കൂടുതൽ നമുക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ വ്യക്തിബന്ധം സ്ഥാപിക്കണം. എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, നമ്മളോട് സംസാരിക്കുന്ന, നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ഇന്നലെ പറഞ്ഞു, ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും കുഞ്ഞുങ്ങളെക്കാളും അധികം നമ്മുടെ കൂടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ആ ദൈവാത്മാവിനോട് ചേർന്ന് നടക്കുവാനാണ് അവൻ. ആ ഒരു ആഴമേറിയ ബന്ധമാണ് കർത്താവ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ജയകരമാകാൻ കഴിയുള്ളൂ.
അപ്പം ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സ്വർഗീയമായ രഹസ്യങ്ങളെ പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവ്. വരാനുള്ള കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവ്. ബുദ്ധി ഉപദേശിച്ചു തരുന്ന പരിശുദ്ധാത്മാവ്. ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗമായിട്ട് പറഞ്ഞാൽ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 9-10 വാക്യങ്ങൾ നമ്മളെല്ലാം കാണാതെ പറയുന്നൊരു ഭാഗമാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ ദൈവമോ നമുക്ക് തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പോൾ ഇവിടെ പറയുക, ഒരു ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തതും ഒരു ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്തതും ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുമായ കാര്യങ്ങളാണ്. ആമേൻ. അപ്പോൾ നമ്മൾ പറയും, കർത്താവ് അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്കറിയത്തില്ല, കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത് എന്താണ്, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ നന്മ എന്താണെന്ന് നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് സമാധാനിക്കും. അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ളത് നമുക്ക് വെളിപ്പെടുത്തി തരും. ഇത് ആ ദൈവാത്മാവുമായിട്ട് ബന്ധമുണ്ടെങ്കിലല്ല നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ആഴമേറിയ ബന്ധമുണ്ടെങ്കിൽ ദൈവം നമുക്ക് ഒരുക്കിയ നന്മകളെ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരും. നമ്മൾ പലപ്പോഴും തെറ്റായ വഴികളിൽ പോകുന്നതിന് കാരണം, തെറ്റായ ഡിസിഷനുകൾ എടുക്കുന്നതിന് കാരണം നമ്മൾ നമ്മുടേതായ ആലോചനയിൽ പോകുന്നത് കൊണ്ട്. നമ്മൾ സ്വയമായിട്ട് തീരുമാനിക്കുന്നു, നമ്മൾ സ്വയമായി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് നമ്മൾ ചെയ്യുന്നു. അപ്പം ഏത് കോഴ്സിന് പോകണം, ഇത് പരിശുദ്ധാത്മാവിനെ അറിയാം. ആരെ കല്യാണം കഴിക്കണം, അത് പരിശുദ്ധാത്മാവിനെ അറിയാം. ആ പ്രോപ്പർട്ടി മേടിക്കണോ വേണ്ടായോ, അത് പരിശുദ്ധാത്മാവിനെ അറിയാം. ആ രാജ്യത്തേക്ക് നിങ്ങൾ പോകണോ പോകണ്ടായോ, അത് പരിശുദ്ധാത്മാവിനെ അറിയാം. കാരണം എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവിക പ്ലാനുകൾ ഓൾറെഡി സ്വർഗത്തിലുണ്ട്. ദൈവത്തിൻ്റെ നല്ല പ്ലാനുകൾ മാത്രമാണ്. എന്നെക്കുറിച്ചുള്ള പ്ലാൻ, നിങ്ങളെക്കുറിച്ചുള്ള പ്ലാൻ, അത് നല്ല പ്ലാൻ മാത്രമാണ്. തെറ്റായ ഒരു പദ്ധതിയും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടില്ല. ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് വേണ്ടിയുള്ളത് നല്ലത് മാത്രമേ ഉള്ളൂ, നല്ലത് മാത്രമേ ഉള്ളൂ, നല്ലത് മാത്രമേ ഉള്ളൂ. അതാണ് പറയുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ നല്ലത് മാത്രമാണ്. കർത്താവ് നമ്മളെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങൾ മാത്രം. അപ്പോൾ ആ നല്ല കാര്യങ്ങൾ നമുക്ക് അറിയാൻ എങ്ങനെ സാധിക്കും? പരിശുദ്ധൻ. പലപ്പോഴും നമ്മൾ പറയും, എടുത്ത് വെച്ച ചുവട് തെറ്റിപ്പോയി, നമ്മൾ ഡിസിഷൻ മാറിപ്പോയി, തെറ്റായിപ്പോയി എന്നൊക്കെ നമ്മൾ പറയും. അതിന് കാരണം എന്നാണെന്നറിയാമോ? നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചില്ല. പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ അല്ല നമ്മൾ പോയത്. നമ്മൾ ലോകത്തിൻ്റെതായ പ്ലാനുകളിൽ അങ്ങ് പോയി. അങ്ങനെ പോകാതെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് നിരന്തരം സംസാരിക്കുക. ഓരോ മിനിറ്റിലും ദൈവാത്മാവിനോട് സംസാരിക്കുക. ആദ്യമൊക്കെ നമുക്ക് തിരിച്ച് ശബ്ദം കേൾക്കാൻ കഴിയത്തില്ല, ആദ്യമൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നത് നമുക്ക് തിരിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ നിരന്തരമായ ഒരു കോൺവെർസേഷൻ നടക്കുമ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുക, വിസ്പർ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ആ കൂട്ടായ്മ ബന്ധത്തിൽ വരണം. ആ കൂട്ടായ്മ ബന്ധത്തിൽ വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ നമുക്ക് ശരിയായ പാതയിൽ യാത്ര ചെയ്യുവാൻ കഴിയും. ഇന്ന് പൽക്കാലം ആഗ്രഹിക്കുക, ഇന്ന് പൽക്കാലം മറ്റാരോടും സംസാരിക്കുന്നതിനേക്കാൾ അധികമായി ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കുക. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഒരു ആഴമേറിയ ബന്ധത്തിലേക്ക് കൊണ്ടുവരട്ടെ. കർത്താവ് വെച്ചാൽ നാളെ ബാക്കി ഭാഗം പറയാം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.